Hi, hello. Welcome you all to Entry App. I am Kavya. അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ടീച്ചിങ് ജോലി ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളതാണ് ഈ ഒരു സെഷൻ. സെറ്റ് എക്സാം, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ? ഹയർ സെക്കൻഡറി ലെവലിൽ ഒരു ടീച്ചർ ആവാൻ അല്ലെങ്കിൽ കേരള PSC നടത്തുന്ന VHSC, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതേപോലെ HSST മുതലായ പോസ്റ്റുകളിലേക്ക് നിങ്ങളെ അപേക്ഷിക്കാൻ തയ്യാറാക്കുന്ന ഒരു ഇനീഷ്യൽ എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സ്ലെറ്റ് അല്ല, സെറ്റ് എക്സാം. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ, അതായത് +1, +2 സ്കൂളുകളിലേക്കൊക്കെ അധ്യാപകരാവാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രിലിമിനറി എക്സാം ആണിത്. സ്ലെറ്റ് എക്സാം ഉണ്ട്. സ്ലെറ്റ് എക്സാം എന്ന് പറയുന്നത് തമിഴ്നാട്, കർണാടക അവിടെയെല്ലാം സ്കൂളുകളിലും അതേപോലെ കോളേജുകളിലും നിങ്ങൾ അധ്യാപകരാവാൻ സഹായിക്കുന്ന പരീക്ഷയാണ്. പക്ഷെ അതല്ല നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റ് എക്സാം മീൻസ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അത് ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കാനായിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ലയനം സംഭവിക്കാൻ പോവാണ്. അപ്പൊ ലയനം സംഭവിക്കുന്നതോടുകൂടി HSST, HSA ലയിപ്പിക്കപ്പെടും. അപ്പൊ നമുക്ക് അറിയില്ല വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൺ എന്നതിനെ കുറിച്ച്. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ മൈൻഡിൽ ഏറ്റവും വലിയൊരു മോഹമാണ് HSST അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവുക എന്നുള്ളത്. അപ്പോ ഒരിക്കൽ കൂടി നമുക്കൊരു HSST എക്സാം വിളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ സെറ്റ് ആണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. സെറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് HSST എഴുതാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖം ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സെറ്റ് എക്സാം, അതേപോലെ തന്നെ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് അതിൽ ബേസിക് ആയിട്ട് വരുന്നത് എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകരാവാൻ നിങ്ങളെ സന്നദ്ധരാക്കുന്ന ഒരു സംസ്ഥാനതല യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് എന്ന് പറയുന്നത്. LBS സെന്റർ ആണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. PGക്ക് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഗ്രേഡ്, B.Edുമാണ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ. എന്നിരുന്നാലും ഇതിൽ എന്തുണ്ട്? കൺസെഷൻസ് ഉണ്ട്. ചില പ്രത്യേക വിഷയങ്ങൾക്ക് നിങ്ങൾ B.Ed വാങ്ങണ്ട, PG ഉണ്ടായാൽ മതി എന്നൊരു കണ്ടീഷനും സെറ്റ് എക്സാം എഴുതാനായി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് PGക്ക് 50% B.Ed എന്നുള്ള കണ്ടീഷൻ പറയുമ്പോൾ SC ST വിഭാഗക്കാർക്ക് PGക്ക് 5% മാർക്ക് ഇളവ്, OBC-ക്കാർക്കും മാർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഇനി പലപ്പോഴും പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒന്നാണ്, ബയോടെക്നോളജിയിലാണ് നിങ്ങളുടെ ബിരുദാനന്തര ബിരുദം, നാച്ചുറൽ സയൻസിലാണ് B.Ed, അപ്പം ഏതിലാണ് സെറ്റ് എഴുതേണ്ടത് എന്ന്. നിങ്ങളുടെ PG സബ്ജക്ട് ഏതാണോ അതിൽ തന്നെയാണ് നിങ്ങൾ എന്തെഴുതേണ്ടത്? സെറ്റ് എക്സാം എഴുതേണ്ടത്. ഇനി നമുക്ക് ചിലപ്പോൾ PG നമ്മൾ കംപ്ലീറ്റഡ് ആണ്, B.Ed ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സെറ്റ് എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അതായത് നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തു, B.Edന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ സെമസ്റ്ററിലാണ്, അതായത് അവസാന വർഷത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം B.Ed പൂർത്തീകരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? LBS സെന്ററിൽ PGയുടെയും B.Edന്റെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. തന്മൂലം നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി PGയുടെ 3-ാമത്തെയോ 4-ാമത്തെയോ സെമസ്റ്ററിലാണ് നിങ്ങൾ, B.Ed പൂർത്തീകരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴും പക്ഷെ PGക്ക് എപ്പോഴും ജനറൽ ആണ് 50%, ബാക്കിയുള്ളവരാണ് 5% കൺസെഷൻ വെച്ച ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക്
ഈ മൂന്നാമത്തെയും നാലാമത്തെയും സെമിസ്റ്ററിൽ ഇരിക്കെ സെറ്റ് എഴുതാം. പക്ഷേ ഈ മൂന്നാമത്തെയോ നാലാമത്തെയോ സെമിസ്റ്റർ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ, 3ഉം 4ഉം പൂർത്തീകരിച്ച് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് LBS സെന്ററിനെ സമീപിക്കാനും സെറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനും സാധ്യമാവുകയുള്ളൂ. ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എന്തിനാണ് ഫൈനൽ സെം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനൽ ഇയർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു വർഷത്തെ കാലയളവ് ഈ ഒരു സർട്ടിഫിക്കറ്റിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ PGയുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ സെമസ്റ്ററിലാണ് ഇരിക്കുന്നത്, അപ്പോഴാണ് സെറ്റ് എഴുതുന്നതെങ്കിൽ എന്തായാലും ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോ BEdന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ BEdന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് പാസ്സായ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ PG കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് LBS സെന്ററിൽ പോകാം, ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനും പറ്റും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവില്ല, നിങ്ങൾക്ക് ആ ഒരു സെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല. അടുത്തത് സ്കീം ഓഫ് ദ ടെസ്റ്റ് ആണ്. ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ എക്സാമിന്റെ പേപ്പർ വരുന്നത്, ഏതെല്ലാമാണ് എഴുതിയെടുക്കേണ്ടത് എന്നുള്ളവയെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ സെറ്റ് എക്സാമിന് 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്. പാർട്ട് എ GKയും പാർട്ട് ബി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ് അവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങളിൽ പല ആൾക്കാർക്കും GK എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നിയേക്കാം അല്ലെ, പക്ഷെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ മോർണിംഗിൽ ഫ്രീ ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് GK ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, തികച്ചും ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കാം. അപ്പൊ GK പഠിക്കുക, പേപ്പർ വായിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയർ നോളജും നമുക്ക് കിട്ടും, പിന്നെ GK നോളജും നമുക്ക് കിട്ടും. അപ്പൊ അതൊരിക്കലും എന്തല്ല, ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നീടുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയ ആണ്. ഇത്രയുമാണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പേപ്പർ 2 ഭാഗത്തിൽ നിങ്ങൾ നേരിടേണ്ടത്. അപ്പൊ ഏതൊക്കെയാ സബ്ജക്ട്സ് എന്ന് ചോദിച്ചാൽ, അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജിയോഗ്രഫി, ജിയോളജി, ജർമ്മൻ, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ, മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, philosophy, physics, political science, psychology, Russian, Sanskrit, social work, sociology, statistics, Urdu, zoology, biotechnology. ഇതിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാം എഴുതാം. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ ആണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ജനറൽ പേപ്പർ. അടുത്തത് ഡ്യൂറേഷൻ ആണ്. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഡ്യൂറേഷൻ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ പേപ്പർ 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്, പാർട്ട് എ, പാർട്ട് ബി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GK ആണ്. ഇവിടെ വരുന്നത് എന്താണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇവിടെ 60 ചോദ്യം ഉണ്ടാകും, ഇവിടെ 60 ചോദ്യം ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും, അതായത് ഇൻ ടോട്ടൽ 120 ചോദ്യം ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് എന്നുള്ള രീതിയിൽ 120 മിനിറ്റ്, 120 ചോദ്യം, 120 മാർക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. പേപ്പർ 2 അവിടെയും 120 ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ്. പക്ഷെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബിക്കോസ് നമുക്കറിയാം മാത്സ്, സ്റ്റാറ്റി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. അവിടെ 80 ചോദ്യങ്ങൾക്ക് 1.5 മാർക്ക്, ഓരോന്നിനും 1.5 മാർക്ക് വെച്ചാണ് ഡിസ്ട്രിബ്യൂഷൻ. OMR ABCD മോഡിൽ തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ചാണ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെയുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്നത്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്ട്സിന് 1.5 വെച്ചാണ് നൽകുന്നത്. ഇനി പലപ്പോഴും ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഇത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ക്വാളിഫൈ ചെയ്തു,
ഞങ്ങൾക്ക് ത്രിഷോൾഡ് ലിമിറ്റ് കട്ട് ചെയ്യാൻ എന്താണ് അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നത്? കാരണം അവർക്ക് മുൻപേ എഴുതിയവരായിരിക്കും അല്ലെ. ഇപ്പൊ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർക്കൊരു ഭയം ഉണ്ടാവും. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇപ്പം ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ പേപ്പർ 1-ന് 40%, പേപ്പർ 2-ന് 40%മാണ് നിങ്ങളുടെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ 40%-വും 40%-വും മേടിച്ചാൽ നിങ്ങൾ പാസ്സാവില്ല. അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 48% ഉണ്ടാവണം. അതായത് ഇവിടെ 40% കിട്ടിയെങ്കിൽ ഇവിടെ 40%-ത്തിൽ മുകളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ, നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. അതായത് ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 48% വേണം. 35% ബേസിക്കാ, പക്ഷെ ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 45% വേണം. ഡിഫറൻറ്റ്ലി ഏബിൾഡ് SC ST ആണെങ്കിൽ 35% ബേസിക്കാ, ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 40% വേണം. സോ അവിടെ ബേസിക്കായി ഉദ്ദേശിക്കുന്ന എന്താ, ഒരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. ഇനി അത് രണ്ടും കൂടാതെ പേപ്പറിന് വെറും സ്മോൾ കട്ട് ഓഫ് മാത്രം പോലെ, അല്ലെ ബേസിക് ക്രൈറ്റീരിയ അല്ലെ കണ്ടീഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ് പോരാ, അതൊക്കെ മീതെ വേണം എന്നുള്ളതാണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. കൊമേഴ്സ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, ലാറ്റിൻ മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, റഷ്യൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ചെറിയ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് എഴുതാൻ B.Ed ഡിഗ്രിയുടെ ആവശ്യം ഇല്ല. ഇനി സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് നിങ്ങൾ നേടിയിരിക്കുന്നത്, 50% മാർക്കിൽ കുറവില്ല എങ്കിൽ നിങ്ങൾ സെറ്റ് എക്സാം, ഇംഗ്ലീഷിലെ സെറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്യുന്നത്. സോ ഹയർ സെക്കൻഡറി അധ്യാപകരാവാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് സെറ്റ് എക്സാം. സോ പ്ലീസ് മാർക്ക് യുവർ കലണ്ടർ നൗ ഇറ്റ്സെൽഫ് ആൻഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഫോർ ദ സെറ്റ് എക്സാം. ലയനം ദേ വരാനിരിക്കുകയാണ്. HSST എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് പൂവണിയാൻ സെറ്റ് എക്സാം നമുക്ക് ആവശ്യമാണ്. അതേപോലെ VHSC ഉണ്ട്. ഒരുപാട് എക്സാംസ് ആണ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സോ മാർക്ക് യുവർ കലണ്ടർ, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.